അപ്പോൾ നമുക്ക് ഈ മൊഡ്യൂളിലെ ലാസ്റ്റ് വീഡിയോ, അതായത് 10th വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഇതോടുകൂടി നമ്മുടെ ടോപ്പിക്സ് കംപ്ലീറ്റ് ആവും. ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ പഠിക്കുക, എഴുതി പഠിക്കുക, ബുക്കിലേക്ക് മാറ്റുക. ധൈര്യമായിട്ട് നിങ്ങളുടെ 4th സെം എക്സാമിനെ ഫേസ് ചെയ്യുക. എല്ലാവർക്കും ആശംസകൾ നേരുന്നു. അപ്പോൾ നമ്മുടെ ലാസ്റ്റ് പ്രോബ്ലത്തിലേക്ക് പോകുന്നു. കൺവേർട്ടിംഗ് ട്രിപ്പിൾ ഇൻ്റഗ്രൽസ് ഫ്രം റെക്റ്റാങ്കുലർ ടു സിലിണ്ടറിക്കൽ കോർഡിനേറ്റ്സ്. അപ്പോൾ ഇവിടെ ക്വസ്റ്റ്യൻ നോക്കുക. ട്രിപ്പിൾ ഇൻ്റഗ്രൽ ഓവർ ജി എഫ് ഓഫ് എക്സ് വൈ സെഡ് ഡി വി എന്നാണ് തന്നിരിക്കുന്നത്. അതിനെ നമ്മൾ എന്തിലേക്ക് മാറ്റുന്നു? എക്സ് വൈ സെഡ് സിസ്റ്റത്തിൽ നിന്നും റെക്റ്റാങ്കുലർ കോർഡിനേറ്റ് സിസ്റ്റത്തിൽ നിന്നും സിലിണ്ടറിക്കൽ കോർഡിനേറ്റ്സിലേക്ക് കൺവേർട്ട് ചെയ്യുന്നു. അപ്പോൾ അതിനുള്ള മാർഗം നമുക്കറിയാം. വാട്ട് ഈസ് എക്സ്? എക്സ് ഇസ് ആർ കോസ് തീറ്റ, വൈ ഇസ് ആർ സൈൻ തീറ്റ, ആൻഡ് ഇസഡ് ഇസ് ഇറ്റ്സെൽഫ്. അപ്പോൾ എഫ് ഓഫ് എക്സ് വൈ സെഡ് എന്തായിട്ട് മാറി? എഫ് ഓഫ് ആർ കോസ് തീറ്റ, ആർ സൈൻ തീറ്റ, ഇസഡായിട്ട് മാറി. പിന്നെ ഡി വി എന്ന് പറയുന്ന വോളിയം എലമെൻ്റ് എന്നുള്ളത് ഡി വി മാറിയിട്ട് ആരൊക്കെ വരും? ഇസഡ്, ആർ, തീറ്റ, 3 വേരിയബിൾ ഉണ്ട്. കൂടാതെ ആരുടെ വരും? ജക്കോബിയനോട് വരും. ആ ജക്കോബിയനാണ് അവിടെ ആറായിട്ട് വന്നിരിക്കുന്നത്. ഇത് നമ്മൾ ചെയ്തിട്ടുള്ളതാണ്. എക്സസൈസ് 48 നിങ്ങളോട് ചെയ്യാൻ പറഞ്ഞു. ജക്കോബിയൻ കാണുമ്പോൾ ആറെന്ന് കിട്ടും എന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെ ആർ ഡി ഇസഡ് ഡി ആർ ഡി തീറ്റ. അപ്പോൾ ഇതാണ് നമ്മുടെ ഫോർമുല. ഇത്തരത്തിൽ നമ്മൾ അത്യാവശ്യം കോംപ്ലിക്കേറ്റഡ് ആയിട്ട് വരുന്ന ട്രിപ്പിൾ ഇൻ്റഗ്രലിനെ ഇവാലുവേറ്റ് ചെയ്യാനായിട്ട് നമ്മൾ ഇതിനെ എന്തിലേക്ക് കൺവേർട്ട് ചെയ്യും? നമ്മുടെ സിലിണ്ടറിക്കൽ കോർഡിനേറ്റ്സിലേക്ക് കൺവേർട്ട് ചെയ്തിട്ട് ചെയ്യും. എക്സാമ്പിൾ 2. യൂസ് സിലിണ്ടറിക്കൽ കോർഡിനേറ്റ്സ് ടു ഇവാലുവേറ്റ് ട്രിപ്പിൾ ഇൻ്റഗ്രൽ. വാട്ട്സ് ദ ലിമിറ്റ്? Z vary from 0 to 9 minus x square minus y square. Y vary from minus root 9 minus x square to plus root 9 minus x square. And x vary from minus 3 to 3. അപ്പോൾ ഇത്തരത്തിൽ ഒരു ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നു. അപ്പോൾ ഇത് സാധാരണഗതിയിൽ ഇവാലുവേറ്റ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്, ഇൻ്റഗ്രേറ്റ് ചെയ്യാനായിട്ട്. അപ്പോൾ നമ്മൾ എന്തിലേ ചെയ്യുന്നു? ഇതിനെ നമ്മൾ ഈ പറയുന്ന സിലിണ്ടറിക്കൽ കോർഡിനേറ്റ്സിലേക്ക് കൺവേർട്ട് ചെയ്തിട്ടാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ സിലിണ്ടറിക്കൽ കോർഡിനേറ്റ്സിൻ്റെ പ്രത്യേകത നമ്മൾ നേരത്തെ പറഞ്ഞു. എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയറിൻ്റെ സ്ഥാനത്ത് എനിക്ക് ആർ സ്ക്വയർ എന്ന് കൊടുക്കാൻ സാധിക്കും. അപ്പോൾ ഈ പറയുന്ന 9 മൈനസ് എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ എന്നുള്ള എത്രയായിട്ട് മാറും? 9 മൈനസ് ആർ സ്ക്വയർ ആയിട്ട് മാറും. അപ്പോൾ അതാണ് പ്രധാനപ്പെട്ട വ്യത്യാസം നമുക്കിവിടെ കാണാൻ പോകുന്നത്. അപ്പോൾ ഇതിനകത്ത് നിന്നും വ്യക്തമായിട്ട് ചില കാര്യങ്ങളൊക്കെ നമുക്ക് വ്യക്തമാക്കേണ്ടതുണ്ട് എന്തൊക്കെയാണെന്നുള്ളത്. ഈ 9 മൈനസ് എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ എന്ന് പറയുന്നത് ഇസഡ് ഇസ് ഈക്വൽ ടു, അതായത് നോക്കിയാൽ ഇസഡിൻ്റെ വാല്യൂ ആണ്. ഇത് വ്യക്തമാണ്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഈ ക്വസ്റ്റിനകത്തു നിന്ന് തന്നെ നമുക്ക് ലിമിറ്റ്സ് ഐഡൻറ്റിഫൈ ചെയ്യണം. മനസ്സിലാക്കേണ്ടത് എന്താ? ഇതിന് തൊട്ട് മുമ്പത്തെ സ്റ്റെപ്പ് എന്തായിരിക്കും? ഡബിൾ ഇൻ്റഗ്രൽ ഓവർ ആർ എന്നായിരിക്കും. അത് എക്സ്പാൻഡ് ചെയ്തപ്പോഴാണ് ഇത് വന്നിരിക്കുന്നത്, അല്ലേ? അതേപോലെ ഇവിടെ വന്നിരിക്കുന്നതോ നമ്മുടെ ലോവർ സർഫസും അപ്പർ സർഫസുമാണ് വന്നിരിക്കുന്നത്. ഇത് ഇസഡിൻ്റെ വാല്യൂ, ഇസഡ് ഇസ് ഈക്വൽ ടു ലോവർ സർഫസ്, ഇസഡ് ഇസ് ഈക്വൽ ടു അപ്പർ സർഫസ്. എന്നിട്ട് എക്സ് സ്ക്വയർ ഡി ഇസഡ് ഡി വൈ ഡി എക്സ് ഇങ്ങനെയാണ് വരുന്നത്. അപ്പോൾ ഇവിടെ അപ്പർ സർഫസാണ്. ഇവിടെ ഇസഡ് എത്ര വന്നിരിക്കുന്നത്? 9 മൈനസ് എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ. അപ്പോൾ ലോവർ സർഫസ് മുതൽ അപ്പർ സർഫസ് വരെ ഇൻ്റഗ്രേറ്റ് ചെയ്ത് ലോവർ സർഫസ് ആസ് ഇക്വേഷൻ ഇസഡ് ഇസ് ഈക്വൽ ടു 0, അപ്പർ സർഫസ് ആസ് ഇക്വേഷൻ ഇസഡ് ഇസ് ഈക്വൽ ടു 9 മൈനസ് എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ. ഇത് നമ്മൾ തുടക്കത്തിൽ ട്രിപ്പിൾ ഇൻ്റഗ്രൽ പഠിച്ച ആ മെത്തേഡിലേക്ക് പോകുന്നു. തുടക്കത്തിൽ പഠിച്ച ഇങ്ങനെയാണ്. ഡബിൾ ഇൻ്റഗ്രൽ ഓവർ ആർ വരും. പിന്നെ അടുത്ത ഇൻ്റഗ്രലിനകത്ത് ലോവർ സർഫസ് G1 ഓഫ് എക്സ് വൈ, അപ്പർ സർഫസ് G2 ഓഫ് എക്സ് വൈ എന്ന് പറഞ്ഞ് നമ്മൾ അവിടെ ചെയ്തതാണ്. പിന്നെ ഫംഗ്ഷൻ ഉണ്ടാവും. ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് വൈ സെഡ് എന്നുള്ള ഫംഗ്ഷൻ ഉണ്ടാവും. കൂടാതെ ഡി സെഡ് ഡി വൈ ഡി എക്സ്. ഇതാണ് നമ്മൾ ട്രിപ്പിൾ ഇൻ്റഗ്രലിൽ ഇത് ഇവാലുവേറ്റ് ചെയ്യാൻ നമ്മൾ പഠിച്ചതാണ്. ആ ഭാഗം നിങ്ങളൊന്ന് മറിച്ച് നോക്കുക. ആ ഒരു ഫോർമാറ്റിലാണ് ഇവിടെ നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഇവിടെ എഫ് ഓഫ് എക്സ് വൈ സെഡിൻ്റെ സ്ഥാനത്ത് ഇവിടെ എക്സ് സ്ക്വയർ ആണ് വന്നിരിക്കുന്നതെന്ന് മാത്രം. സെയിം ഫോർമാറ്റാണ് വരുന്നത്. അപ്പോൾ ഞാനിപ്പോൾ ചെയ്തത് ഈ ക്വസ്റ്റിൻ്റെ തൊട്ട് ഇതിൻ്റെ ജനറലൈസ്ഡ് ഫോമിലാണ് പറഞ്ഞിരിക്കുന്നത്. ഡബിൾ ഇൻ്റഗ്രൽ ഓവർ ആർ എന്ന് പറഞ്ഞു. ആ റീജിയൻ്റെ ലിമിറ്റ്സ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ആ റീജിയൻ്റെ ലിമിറ്റ്സ് ആണ് വന്നിരിക്കുന്നത്. ആ റീജിയൻ്റെ ലിമിറ്റിനകത്ത് എന്തായത് ഈ കൊടുത്തിരിക്കുന്നത് ഇത് വൈയുടെ വേരിയേഷനാണ്, ഇത് വരുന്നത് എക്സിൻ്റെ വേരിയേഷനാണ്. അപ്പോൾ ഇനി നമുക്കത് കുറേ കൂടെ വ്യക്തമായിട്ട് മനസ്സിലാക്കാം. ഇസഡിൻ്റെ വേരിയേഷൻ എന്താ? ഇസഡ് 0 മുതൽ 9 മൈനസ് എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ.
ഇനി ഇസഡ് ഇസ് ഈക്വൽ ടു 9 - x² - y² എന്ന് പറയുന്ന സാധനം പരാബോളോയിഡ് ആണെന്നുള്ള കാര്യം നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഇക്വേഷൻ എന്തായിരിക്കും? പരാബോളോയിഡ് ആയിരിക്കും, അല്ലെങ്കിൽ സർഫസ് എന്ന് പറയുന്നത് പരാബോളോയിഡ് ആയിരിക്കും. ഇസഡ് ഇസ് ഈക്വൽ ടു 9 - x² - y². അപ്പോൾ നമുക്ക് ഏകദേശം പിക്ചർ വ്യക്തമാണ്. അപ്പർ സർഫസ് എന്ന് പറയുന്നത് പരാബോളോയിഡ് ആണ്, അല്ലേ? ഇൻവേർട്ടഡ് പരാബോളോയിഡ്. ലോവർ സർഫസ് നമ്മുടെ ഇസഡ് ഇസ് ഈക്വൽ ടു 0, അതായത് XY പ്ലെയിൻ. അപ്പോൾ പരാബോളോയിഡ് XY പ്ലെയിനിനെ ഇൻ്റർസെക്റ്റ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു സോളിഡ്, ആ സോളിഡാണ് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്തു. നമ്മുടെ റീജിയൻ അല്ലെങ്കിൽ സർഫസ് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്ത് കഴിഞ്ഞു. എന്താണ്? അപ്പർ സർഫസ് നമ്മുടെ പരാബോളോയിഡ്, ലോവർ സർഫസ് പ്ലെയിന്. ഐഡൻറ്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ പിക്ചറിലേക്ക് നോക്കാം. ഇത് കറക്റ്റാണോ നോക്കാം. ഇതാ കണ്ടില്ലേ, അപ്പർ സർഫസ് പരാബോളോയിഡാണ്. ഇസഡ് ഇസ് ഈക്വൽ ടു 9 - x² - y². ലോവർ സർഫസ് XY പ്ലെയിൻ ആണ്. പക്ഷേ ഈ പരാബോളോയിഡിൻ്റെ പ്രത്യേകത എന്താ? പരാബോളോയിഡിൻ്റെ ബേസ് എന്ന് പറയുന്നത് സർക്കുലർ ഷേപ്പാണ്. അപ്പോൾ ഈ പരാബോളോയിഡും XY പ്ലെയിനും കൂടെ ഇൻ്റർസെക്റ്റ് ചെയ്യുമ്പോൾ അവിടെ ഉണ്ടാകുന്ന ഷേപ്പ് സർക്കുലർ ഷേപ്പാണ്. ആ ഇൻ്റർസെക്റ്റ് ചെയ്യുമ്പോൾ കിട്ടുന്നത് സർക്കിളാണ് എന്നുള്ള കാര്യത്തിൽ നമുക്ക് സംശയമൊന്നും ഉണ്ടാകരുത്. കാര്യം നമുക്കത് കൺഫേം ചെയ്യാം. രണ്ട് സർഫസുകളാണ്. ഏതൊക്കെയാണ്? ഫസ്റ്റ് സർഫസ് ഇസഡ് ഇസ് ഈക്വൽ ടു 9 - x² - y². ഈ സർഫസിനെ നമ്മൾ XY പ്ലെയിനുമായിട്ടാണ് ഇൻ്റർസെക്റ്റ് ചെയ്യുന്നത്. XY പ്ലെയിൻ്റെ ഇക്വേഷൻ എന്താ? ഇസഡ് ഇസ് ഈക്വൽ ടു 0. അപ്പോൾ ഈ രണ്ട് സർഫസുകളും ഇൻ്റർസെക്റ്റ് ചെയ്യുമ്പോൾ കിട്ടുന്നത് എന്താണ് എന്നറിയാൻ വേണ്ടി എന്ത് ചെയ്താൽ മതി? ഇത് രണ്ടും കൂടെ സോൾവ് ചെയ്താൽ മതി. ഈ രണ്ട് ഇക്വേഷൻ കൂടെ നമ്മൾ സോൾവ് ചെയ്യുന്നു. രണ്ട് ഇക്വേഷൻ സോൾവ് ചെയ്യുമ്പോൾ എന്ത് വരുന്നത്? 9 - x² - y² ഈക്വൽ ടു 0 ഓർ x² + y² ഈക്വൽ ടു 9. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ? ഈ രണ്ട് സർഫസുകളും ഇൻ്റർസെക്റ്റ് ചെയ്യുമ്പോൾ അവിടെ കിട്ടുന്ന സർഫസ് എന്ന് പറയുക, അവിടെ കിട്ടുന്ന പ്ലെയിൻ എന്ന് പറയുന്നത് x² + y² ഈക്വൽ ടു 9 എന്ന് പറയുന്ന പ്ലെയിൻ സർഫസാണ് അവിടെ കിട്ടിയിരിക്കുന്നത്. അല്ലെങ്കിൽ അതൊരു സർക്കുലർ ഡിസ്ക് ആണ് അവിടെ കിട്ടിയിരിക്കുന്നതെന്ന് വ്യക്തമാകും. അപ്പോൾ നമ്മുടെ ഡൊമെയിൻ, നമ്മുടെ സർഫസ് ഐഡൻറ്റിഫൈ ചെയ്ത് കഴിഞ്ഞു. അപ്പർ സർഫസ് പരാബോളോയിഡ്, lower surface XY plane, and after intersecting these two we get the circular disc x² + y² is equal to 9. അപ്പോൾ നമുക്ക് അതും കിട്ടിക്കഴിഞ്ഞു. ഇനി നമുക്ക് നമ്മുടെ റീജിയൻ ഐഡൻറ്റിഫൈ ചെയ്ത് കഴിഞ്ഞു. റീജിയൻ ഐഡൻറ്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഞാൻ ഇത് മാത്രം നോക്കാം. നമുക്ക് ഇൻ്റഗ്രേഷൻ ഇനി ചെയ്യാൻ പോവാണ്. ഇൻ്റഗ്രേഷൻ ചെയ്യുമ്പോൾ എന്തൊക്കെയാണ് വേണ്ടത്? ഈ -3 to 3 -√9 - x² to √9 - x² എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം വളരെ വ്യക്തമാണ്. നമ്മുടെ ഈ റീജിയൻ, ഇതാണ് നമ്മുടെ സർക്കിൾ. ആ സർക്കിളിനെ മാത്രം ഞാൻ ഇങ്ങോട്ട് മാറ്റി വരയ്ക്കുകയാണ്. ഈ സർക്കിളിനെ മാത്രം ഞാനിവിടെ മാറ്റി വരച്ചു. അപ്പോൾ ഈ സർക്കിളിൻ്റെ പ്രത്യേകത എന്താ? സർക്കിളിൻ്റെ പ്രത്യേകത നമുക്ക് വ്യക്തമാണ്. നോക്കിയേ, എക്സിൻ്റെ പ്രത്യേകത എന്താ? x -3 എന്ന് പറഞ്ഞാൽ ഈ സർക്കിളിൻ്റെ റേഡിയസ് 3 ആണ്. അപ്പോൾ ഇവിടെ -3 ഉണ്ട്, ഇത് -3, ഇവിടെ 3. സോ എക്സ് വേരി ഫ്രം -3 to 3 ഇങ്ങനെ വരും. എക്സ് വേരി ഫ്രം. ഇനി y എവിടെ നിന്നാണ് വേരി ചെയ്യുന്നത്? x² + y² is equal to 9 എന്നുള്ളതാണ് നമ്മുടെ സർക്കിളിൻ്റെ ഇക്വേഷൻ, അല്ലേ? x² + y² is equal to 9, which means y is equal to ±√9 - x². അപ്പോൾ ഈ അപ്പർ ബൗണ്ടറിയാണ് √9 - x². ലോവർ ബൗണ്ടറിയാണ് -√9 - x². അപ്പോൾ നമുക്ക് വ്യക്തമാണ് ലിമിറ്റ്സ്. x vary from -3 to 3, y vary from lower curve to upper curve. And what is lower curve? Lower curve is y is equal to -√9 - x². Upper curve is y is equal to √9 - x². അപ്പോൾ ലോവർ കർവ്, അപ്പർ കർവ്. അപ്പോൾ നമ്മുടെ റീജിയൻ R എന്ന് പറയുന്നത് സർക്കിളാണ്. ആ സർക്കിളിൻ്റെ ലിമിറ്റ്സ് കണ്ടെത്തി. എക്സ് ലിമിറ്റ് കോൺസ്റ്റൻറ്റ് ലിമിറ്റ്സ് ആണ്, -3 to 3. വൈ ലിമിറ്റിൻ്റെ പ്രത്യേകത
ലോവർ മുതൽ അപ്പർ കർവ് വരെയാണ് വരുന്നത്. അപ്പോൾ ലോവർ കർവും അപ്പർ കർവും വ്യക്തമാണ്. അപ്പോൾ ഇത്രയാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മുടെ ക്വസ്റ്റിനകത്ത് തന്നെ തന്നിട്ടുണ്ട്. ഇത്രയും കാര്യങ്ങൾ തന്നിട്ടുണ്ട്, കണ്ടില്ലേ? എക്സ് ലിമിറ്റ് തന്നിട്ടുണ്ട്, വൈ ലിമിറ്റ് തന്നിട്ടുണ്ട്, പിന്നെ ഇത് തന്നിട്ടുണ്ട്. ഈ 3 കാര്യങ്ങൾ ഉപയോഗിച്ചാണ് നമ്മുടെ ആ പിക്ചർ നമ്മൾ വരച്ചിരിക്കുന്നത് എന്ന് മനസ്സിലാക്കണം. ഒരു പ്രോബ്ലം മാറി ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് ആ ഒരു പിക്ചർ ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഈ പറഞ്ഞു തരുന്നത്. ആദ്യം ഇസഡിലുള്ള 2 സർഫസുകൾ പറഞ്ഞു. പിന്നെ ഈ സർഫസുകളെ എക്സ് വൈ പ്ലെയിനുമായിട്ട് പ്രൊജക്റ്റ് ചെയ്ത് കിട്ടുന്ന സർക്കുലർ ഡിസ്ക്, ആ സർക്കുലർ ഡിസ്കിലെ എക്സിൻ്റെ വേരിയേഷൻ -3 to 3 ആണെന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. വൈയുടെ വേരിയേഷൻ -√9 - x² to +√9 - x² ആണെന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. ഇനി അത് പ്രത്യേകിച്ച് ലിമിറ്റ് തന്നില്ലെങ്കിൽ പോലും നമ്മളിപ്പം സർക്കിളാണെന്ന് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അല്ലാതെ തന്നെ നമുക്ക് ലിമിറ്റ് കണ്ടെത്താൻ സാധിക്കും. അപ്പോൾ എന്തായാലും ക്വസ്റ്റിനകത്ത് തന്നിരിക്കുന്നത് ഈ ലിമിറ്റ്സ് ആണ്. അതുപയോഗിച്ചാണ് നമ്മുടെ ഈ സർഫസ് നമ്മളവിടെ പ്ലോട്ട് ചെയ്തിരിക്കുന്നത് എന്ന് വ്യക്തമാണ്. ഇനി നമുക്ക് ഇൻ്റഗ്രേഷനിലേക്ക് പോകാം. നോക്കൂ, ഇൻ്റഗ്രൽ -3 to 3, ഇൻ്റഗ്രൽ -√9 - x² to +√9 - x², ഇൻ്റഗ്രൽ 0 to 9 - x² - y², x² dz dy dx ഈക്വൽ ടു, അതിനെ തന്നെയാണ് നമ്മൾ ട്രിപ്പിൾ ഇൻ്റഗ്രൽ ഓവർ g x² dv എന്ന് വിളിച്ചിരിക്കുന്നത്. അപ്പോൾ അത് വേറെ ഒന്നും ചെയ്തിട്ടില്ല. ഇവിടെ എന്താ ചെയ്തത്, ഈ dz dy dx എന്നുള്ളത് ഇവിടെ dv എന്ന് കൊടുത്തു. കാരണം റെക്റ്റാങ്കുലർ സിസ്റ്റത്തിൽ നമുക്ക് dz dy dx എന്നുള്ളത് എന്തായിട്ട് മാറും, dv ആയിട്ട് മാറും. അതവിടെ കൊടുത്തു. ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു, ആ ട്രിപ്പിൾ ഇൻ്റഗ്രൽ ഓവർ ജിയെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്ത് ആദ്യം ഡബിൾ ഇൻ്റഗ്രൽ ഓവർ r ആക്കുന്നു. അടുത്ത ഇൻ്റഗ്രലിനകത്ത് ലോവർ സർഫസ് ഐഡൻറ്റിഫൈ ചെയ്യുന്നു, അപ്പർ സർഫസ് ഐഡൻറ്റിഫൈ ചെയ്യുന്നു. സോ വാട്ട് ഇസ് ലോവർ സർഫസ്, z is equal to 0 is a lower surface. അപ്പർ സർഫസ് ഇതായിരുന്നു. പക്ഷെ നമ്മളിതിനെ സിലിണ്ടറിക്കൽ കോർഡിനേറ്റ്സിലാക്കിയിട്ടാണ് പറയുന്നത്. അതുകൊണ്ട് ഇതിനെങ്ങനെ ആവും, 9 - r² ആയിട്ട് മാറും. സോ x² + y² becomes r². ഇപ്പോൾ ക്ലിയർ ആണ്. ഇനി നമ്മുടെ സർക്കുലർ ഡിസ്ക് പറഞ്ഞല്ലോ. അപ്പോൾ നമ്മുടെ നേരത്തെ പറഞ്ഞു ഇത് ഈ രീതിയിൽ ലിമിറ്റ് വെച്ചിട്ട് ചെയ്യാൻ ബുദ്ധിമുട്ടായതുകൊണ്ടാണ് നമ്മളിതിനെ സിലിണ്ടറിക്കൽ സിസ്റ്റത്തിലേക്ക് മാറ്റുന്നത്. അപ്പോൾ ഇപ്പോൾ നമുക്ക് സർക്കിളാണ് നമ്മുടെ ഫോം ചെയ്തിരിക്കുന്നത് വ്യക്തമായി. റേഡിയസ് 3 വരുന്ന സർക്കിളാണ് ഫോം ചെയ്തിരിക്കുന്നത് വ്യക്തമായി. ഇനി ആ സർക്കിളിനെ ഡിസ്ക്രൈബ് ചെയ്യാനായിട്ട് സർക്കുലർ ഡിസ്കാണ് മനസ്സിലായി. ആ സർക്കുലർ ഡിസ്കിനെ ഡിസ്ക്രൈബ് ചെയ്യാനായിട്ട് നമുക്ക് എന്ത് വേണം, ആ സർക്കുലർ ഡിസ്കിൻ്റെ പോളാർ കോർഡിനേറ്റ്സ് വേണം. അത് എന്താണെന്ന് നോക്കാം നമുക്ക്. സർക്കുലർ ഡിസ്കിൻ്റെ പോളാർ കോർഡിനേറ്റ്സ് ഇതാണല്ലോ നമ്മുടെ സർക്കുലർ ഡിസ്ക്. ഈ സർക്കുലർ ഡിസ്കിൻ്റെ റേഡിയസ് 3 ആണെന്നറിയാം. അപ്പോൾ റേഡിയസ് 3 ആണെങ്കിൽ പ്രത്യേകത എന്താ, ഈ മാക്സിമം ഡിസ്റ്റൻസ് ആണ് 3. പക്ഷേ എവിടെ സ്റ്റാർട്ട് ചെയ്യുന്നു, 0-യിൽ സ്റ്റാർട്ട് ചെയ്യുന്നു, 1 2 അങ്ങനെ 3. സോ ഈ സർക്കുലർ ഡിസ്കിൻ്റെ ആറിൻ്റെ വാല്യൂ എന്തായിരിക്കും, r വേരി ഫ്രം 0 to 3. ഇനി നമ്മൾ പോയിൻ്റ് മൂവ് ചെയ്യുന്നതനുസരിച്ചിട്ട് അല്ലേ, പോയിൻ്റ് മൂവ് ചെയ്യുന്നതനുസരിച്ചിട്ട് ആംഗിള് ചേഞ്ച് ചെയ്ത് അവസാനം പോയിൻ്റ് ഇവിടെ എത്തുമ്പോൾ ആംഗിൾ എന്തായിട്ട് മാറും, 2π ആയിട്ട് മാറും. സോ തീറ്റ വേരി ഫ്രം 0 to 2π. അപ്പോൾ സർക്കുലർ ഡിസ്കിനെ സംബന്ധിച്ച് പോളാർ കോർഡിനേറ്റ്സ് എങ്ങനെ പറയാം, r വേരി ഫ്രം 0 to 3 ആൻഡ് തീറ്റ വേരി ഫ്രം 0 to 2π. അതാണ് നമ്മളിവിടെ എഴുതിയിരിക്കുന്നത്. ഈ ഒരു സ്റ്റെപ്പ് കഴിഞ്ഞാൽ നമ്മൾ എന്താ ചെയ്തിരിക്കുന്നത്, ഇതിനെ കംപ്ലീറ്റ് ആയിട്ട് പോളാർ കോർഡിനേറ്റ്സിലേക്ക് മാറ്റും, അല്ലെങ്കിൽ സിലിണ്ടറിക്കൽ കോർഡിനേറ്റ്സിലേക്ക് മാറ്റും. അപ്പോൾ ഡബിൾ ഇൻ്റഗ്രൽ ഓവർ r എന്നുള്ളത് ഇങ്ങനെ മാറും, തീറ്റ വേരി ഫ്രം 0 to 2π ആൻഡ് r വേരി ഫ്രം 0 to 3. z ഓൾറെഡി നമ്മൾ പറഞ്ഞു കഴിഞ്ഞു, z 0 to 9 - r² എന്ന് പറഞ്ഞു കഴിഞ്ഞു. ഇനി r² cos² തീറ്റ അവിടെ ഓൾറെഡി എഴുതിയിട്ടുണ്ട്, r² cos² തീറ്റ അവിടെ എഴുതിയിട്ടുണ്ട്. ഇനി എന്താ വേണ്ടത്, r² cos² തീറ്റ അവിടെ എഴുതിയിട്ടുണ്ട്. പിന്നെ ഓൾറെഡി dz ഇവിടെ ഉണ്ട്, കണ്ടോ, dz ഇവിടെ ഉണ്ട്. പിന്നെ വേണ്ടത് dA ആണ്. നമുക്കറിയാം പോളാർ കോർഡിനേറ്റ് സിസ്റ്റത്തിൽ dA എന്ന് പറഞ്ഞാൽ നമ്മൾ എങ്ങനെയാണ് വിളിക്കുന്നത്, r dr dθ എന്നാണ് വിളിക്കുന്നത്. ഇവിടുത്തെ r ആയിരുന്നു നമ്മുടെ ജക്കോബിയൻ. അപ്പോൾ ഇവിടെ ഈ dAയ്ക്ക് പകരം ഇവിടെ ആരെ കൂടെ ചേർത്തു, r dr dθ ഇവിടെ ചേർത്ത് എഴുതി. അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് ആ ലിമിറ്റ് വന്നിരിക്കുന്നത്. അപ്പോൾ നോക്കാം,
ഇവിടെ ഈ ആർ സ്ക്വയറും ആറും കൂടെ മൾട്ടിപ്ലൈ ചെയ്ത് ഇവിടെ എത്രയായി ആർ ക്യൂബായി. പിന്നെ കോസ് സ്ക്വയർ തീറ്റ ഡി ഇസഡ് ഡി ആർ ഡി തീറ്റ ഇത്രയും ഇവിടെ കിട്ടിക്കഴിഞ്ഞു. അപ്പോൾ നമ്മുടെ ഇൻ്റഗ്രൽ ഇപ്പോൾ എങ്ങനെ മാറി? ഇൻ്റഗ്രൽ 0 to 2π, ഇൻ്റഗ്രൽ 0 to 3, ഇൻ്റഗ്രൽ 0 to 9 മൈനസ് ആർ സ്ക്വയർ, ആർ ക്യൂബ്, കോസ് സ്ക്വയർ തീറ്റ, ഡി ഇസഡ് ഡി ആർ ഡി തീറ്റ. അത് ഇനി ഇൻ്റഗ്രേറ്റ് ചെയ്ത് ആണ് നമ്മുടെ ആൻസറിലേക്ക് എത്തിക്കേണ്ടത്. ആ ഇൻ്റഗ്രേഷൻ പാർട്ടാണ് നമുക്കിനിയും പറയാനുള്ളത്. അത് നിങ്ങൾക്ക് തന്നെ ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ തന്നെ ചെയ്യുക തന്നെ വേണം. ഇൻ്റഗ്രേഷൻ അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ഞാനത് ഒന്ന് പറയാൻ ശ്രമിക്കാം. അപ്പോൾ ഇവിടെ ആദ്യം നമ്മൾ ചെയ്യുന്നത് എന്താ? ഈ ഫംഗ്ഷനെ വിത്ത് റെസ്പെക്ട് ടു ഇസഡ് ഇൻ്റഗ്രേറ്റ് ചെയ്യും. ഇസഡ് ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ആർ ക്യൂബ് കോസ് സ്ക്വയർ തീറ്റ എന്നുള്ളത് അങ്ങനെ തന്നെ നിൽക്കും. ആർ ക്യൂബ് കോസ് സ്ക്വയർ തീറ്റ അവിടെ നിൽക്കും. പിന്നെ ഡി ഇസഡിൻ്റെ ഇൻ്റഗ്രലിൽ ഇസഡ് വരും. ലിമിറ്റ് ഇസഡിൻ്റെ ലിമിറ്റ് എന്താ? 0 to 9 മൈനസ് ആർ സ്ക്വയർ ഇതാണ് വരുന്നത്. ബാക്കിയുള്ള ഇൻ്റഗ്രൽസിന് മാറ്റമില്ല. ഏതൊക്കെ ഇൻ്റഗ്രൽസ്? 0 to 2π ആണ് അവിടെ വരുന്നത്. അടുത്ത വരുന്നത് 0 to 3. നമ്മൾ ഇസഡ് മാത്രമാണ് ഇൻ്റഗ്രേറ്റ് ചെയ്തിരിക്കുന്നത്. പിന്നെ നമ്മുടെ ഓരോന്നിൻ്റെയും ലിമിറ്റിൽ മാറ്റമില്ല. ഇവിടെ ആരൊക്കെ വരും? ഡി ആർ വേരിയബിൾസ് ഡി ആർ ഡി തീറ്റ. ഇനി നമ്മളെന്താ ചെയ്തേക്കുന്നത്? ഈ അപ്പർ ലിമിറ്റ് ലോവർ ലിമിറ്റ് കൊടുത്തു. അപ്പർ ലിമിറ്റ് 9 മൈനസ് ആർ സ്ക്വയർ കൊടുത്തു. അപ്പോൾ ഇങ്ങനെ മാറും ഇത്. ഇൻ്റഗ്രൽ 0 to 2π, ഇൻ്റഗ്രൽ 0 to 3. ഇസഡിന് 9 മൈനസ് ആർ സ്ക്വയർ കൊടുത്തു. ആ 9 മൈനസ് ആർ സ്ക്വയറിനെ നമ്മൾ ഇതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. അപ്പോൾ ഇതിങ്ങനെ മാറും. ആർ ക്യൂബ് കോസ് സ്ക്വയർ തീറ്റ ഇവിടെ ഉണ്ട് ഓൾറെഡി. അപ്പർ ലിമിറ്റ് കൊടുത്തപ്പോൾ ഒരു 9 മൈനസ് ആർ സ്ക്വയർ ഇവിടെ വന്നു. പിന്നെ വന്നിരിക്കുന്നത് ഡി ആർ ഡി തീറ്റ. ഇവിടെ എന്താ ചെയ്തിരിക്കുന്നത്? അടുത്ത സ്റ്റെപ്പിലൂടെ ചെയ്തിരിക്കുന്നത് നോക്കി. അത് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തു. ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ 9 ആർ ക്യൂബ് കോസ് സ്ക്വയർ തീറ്റ ഉണ്ടോ? 9 ആർ ക്യൂബ് കോസ് സ്ക്വയർ തീറ്റ. അതുപോലെ തന്നെ അടുത്തത് ആർ റൈസ് ടു 5 കോസ് സ്ക്വയർ തീറ്റ, ആർ റൈസ് ടു 5 കോസ് സ്ക്വയർ തീറ്റ രണ്ടും വരും. അപ്പോൾ ഇതൊക്കെ നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്ത് തന്നെ നോക്കുക. അല്ലാതെ ഞാൻ ഈ പറയുന്നത് ചെയ്തുകൊണ്ടിരിക്കരുത്. ഈ ഒരു സ്റ്റെപ്പിലെത്തുമ്പോൾ നിങ്ങളത് സ്റ്റോപ്പ് ചെയ്തിട്ട് നിങ്ങൾ ബുക്കിലേക്ക് ചെയ്യുക. അപ്പം ഞാൻ ശ്രദ്ധിക്കേണ്ടത്, ഒരിക്കൽ വേണമെങ്കിൽ നിങ്ങൾ സ്വയം ഒരിക്കലൊന്ന് കേൾക്കുക. കേട്ട ശേഷം അടുത്ത സ്റ്റെപ്പിൽ തനിയെ ചെയ്യാൻ ശ്രമിക്കുക. അല്ലാതെ ഒരു കാരണവശാലും ഇത് നോക്കി എഴുതാൻ നിങ്ങൾ ശ്രമിക്കരുത് എന്ന് ഞാൻ റിപ്പീറ്റ് ചെയ്ത് പറയുകയാണ്. അപ്പോൾ ഈക്വൽ ടു, അപ്പോൾ നമുക്ക് നോക്കാം എന്തൊക്കെ വന്നു. 9 ആർ ക്യൂബ് മൈനസ് ആർ റൈസ് ടു 5 കോസ് സ്ക്വയർ തീറ്റ ഡി തീറ്റ ഡി ആർ ഡി തീറ്റ. ഇനി നമുക്ക് ചെയ്യേണ്ടത് ഓരോന്നിനെയും ഇൻ്റഗ്രേറ്റ് ചെയ്യണം. ആദ്യം ഇൻ്റഗ്രേറ്റ് ചെയ്യേണ്ടത് 9 ആർ ക്യൂബ് മൈനസ് ആർ റൈസ് ടു 5നെയാണ്. അപ്പം 9 ആർ ക്യൂബിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എത്ര വരുന്നത്? 9 ആർ ക്യൂബ്, 9 ആർ ക്യൂബ് ബിക്കംസ് ആർ റൈസ് ടു 4/4. സോ 9 ആർ റൈസ് ടു 4/4 എന്ന് വന്നു. അടുത്തത് ഇൻ്റഗ്രേറ്റ് ചെയ്യേണ്ടത് ആർ റൈസ് ടു 5നെയാണ്. ആർ റൈസ് ടു 5നെ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ കിട്ടുന്നത് ആർ റൈസ് ടു 6/6 എന്നാണ്. അപ്പോൾ മനസ്സിലാക്കണം, പാർഷ്യൽ ഇൻ്റഗ്രേഷനാണ്. നമ്മൾ വിത്ത് റെസ്പെക്ട് ടു ആർ മാത്രമാണ് ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ആ കോസ് സ്ക്വയർ തീറ്റയ്ക്ക് മാറ്റമില്ല. കോസ് സ്ക്വയർ തീറ്റ അങ്ങനെ തന്നെ നിൽക്കുന്നു. സോ ഇറ്റ് ഈസ് 0 to 2π, ഇൻ്റഗ്രൽ 0 to 2π 9 ആർ റൈസ് ടു 4/4 മൈനസ് ആർ റൈസ് ടു 6/6 കോസ് സ്ക്വയർ തീറ്റ. ഇനി നമുക്ക് ലിമിറ്റ് അപ്ലൈ ചെയ്യാം. ആറിൻ്റെ ലിമിറ്റ് 0ക്കും 3ക്കും ഇടയിലാണ് 6 വരുന്നത്. അപ്പം ലിമിറ്റ് അപ്ലൈ ചെയ്യാം. ലിമിറ്റ് അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ അവിടെ കിട്ടുന്നത് ഇങ്ങനെയാണ്. ആ സ്റ്റെപ്പ് സിമ്പിളാണ്. ജസ്റ്റ് റീപ്ലേസ് ആർ ബൈ 3. 0 കൊടുക്കേണ്ട കാര്യമില്ല. അപ്പം 9 3 റൈസ് ടു 4/4 എന്ന് വരും. മൈനസ് 3 റൈസ് ടു 6/6 വരും. അത് സിംപ്ലിഫൈ ചെയ്ത് കഴിയുമ്പോൾ കിട്ടുന്ന ആൻസറാണ് ഇവിടെ എഴുതിയിരിക്കുന്നത് 243/4. അപ്പോൾ അത്രയും കിട്ടി. 243/4 ഇൻ്റഗ്രൽ 0 to 2π കോസ് സ്ക്വയർ തീറ്റ. അവിടെ വരെ നമ്മൾ കിട്ടി. ഇനിയും കോസ് സ്ക്വയർ തീറ്റ വരെ കിട്ടിക്കഴിഞ്ഞു. അടുത്ത സ്റ്റെപ്പിൽ നമുക്കിനി അത് ഇൻ്റഗ്രേഷൻ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത്
ഈ കോസ് സ്ക്വയർ തീറ്റയുടെ ഇൻ്റഗ്രൽ നമുക്ക് കാണാൻ അറിയില്ല. പക്ഷേ കോസ് സ്ക്വയർ തീറ്റയെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കോസ് സ്ക്വയർ തീറ്റയ്ക്ക് പകരം ഒരു ഫോർമുല കൊടുക്കാം. ആ ഫോർമുല എന്താ? 1/2 ഇൻറ്റു 1 പ്ലസ് കോസ് 2 തീറ്റ. അതാണ് ഫോർമുല. 1/2 ഇൻറ്റു 1 പ്ലസ് കോസ് 2 തീറ്റ. ആ ഫോർമുല കൊടുത്തിട്ട് അവിടെ ഒന്ന് നിങ്ങൾ ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് നോക്കാം. 243/4 ഓൾറെഡി നമ്മൾ എടുത്തു വെച്ചു. ഇനി നമുക്ക് ഓരോന്നായിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്യാം. അപ്പോൾ ആദ്യം ഈ 1/2 ഇടിങ്ങ് മാറ്റാം. 1/2 ഇടിങ്ങ് മാറ്റി ഇൻ്റഗ്രൽ ഇപ്പോൾ ആരൊക്കെ വരും? ഇൻ്റഗ്രൽ 0 to 2π 1 പ്ലസ് കോസ് 2 തീറ്റ. ദാറ്റ് ഈസ് ഈക്വൽ ടു നമുക്ക് നോക്കാം. ഇപ്പോൾ 243/1/2 ഇങ്ങ് മാറ്റിയല്ലോ. അപ്പോൾ ഇനി അത് 243/8 എന്നായെന്ന് വെച്ചു. 243/8 എന്ന് വരുന്നു. ഓരോന്നായിട്ട് നോക്കാം. ആദ്യം 1ൻ്റെ ഇൻ്റഗ്രൽ തീറ്റ പ്ലസ് ഇൻ്റഗ്രൽ ഓഫ് കോസ് 2 തീറ്റ ഈസ് സൈൻ 2 തീറ്റ ബൈ 2. സൈൻ 2 തീറ്റ ബൈ 2 ലിമിറ്റ് കൊടുക്കാം. 0 to 2π ലിമിറ്റ്. ഇനി അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ ഇറ്റ് ബിക്കംസ് 243/8 ഇൻറ്റു അപ്പർ ലിമിറ്റ് 2π പ്ലസ് ഇവിടെ എന്താ എഴുതിയിരിക്കുന്നത്? സൈൻ 2 തീറ്റ. സൈൻ 2 തീറ്റയിൽ തീറ്റയാണ് 2π ആയിട്ട് മാറുന്നത്. അപ്പോൾ ഇവിടെ സൈൻ 4π ആയിട്ട് മാറും. സൈൻ 4π/2 അപ്പർ ലിമിറ്റായി. മൈനസ് ലോവർ ലിമിറ്റ് 0 ആയി മാറും. ലോവർ ലിമിറ്റ് 0 ആയിട്ട് മാറും. So it becomes 243/8 ഇൻറ്റു ഇവിടെ സൈൻ 4π. സൈൻ 4πയുടെ പ്രത്യേകത എന്താ? സൈൻ പൈയുടെ എല്ലാ മൾട്ടിപ്പിൾസും സൈനിൽ 0 ആവും. അതായത് സൈൻ π, സൈൻ 2π, സൈൻ 3π ഇതെല്ലാം തന്നെ 0 ആണ് വാല്യൂ വരുന്നത്. അപ്പോൾ ഇവിടെ ഈ പോർഷനും കൂടെ 0 ആയിട്ട് മാറും. പിന്നെ അവിടെ വരുന്നത് 2π മാത്രമാണ്. സോ 243/8 ഇൻറ്റു 2π. 2ഉം 8ഉം ക്യാൻസൽ ആയിട്ട് ഇവിടെ 4 വരും. സോ വാട്ട് ഇസ് ദ ഫൈനൽ ആൻസർ? 243π/4. 243π/4 ഇവിടെ ആൻസർ കിടപ്പുണ്ട്. ഈ രീതിയിൽ നമുക്കതിനെ സിംപ്ലിഫൈ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ നോക്കാം. ഇവിടെ വരെയുള്ള സ്റ്റെപ്സ് നിങ്ങൾ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കി വെക്കുക. ലാസ്റ്റ് ഇവിടെ മാത്രം ഈ 1 പ്ലസ് കോസ് 2 തീറ്റ കൊടുക്കുന്നത് മാത്രം ഓർത്തിരിക്കുക. കോസ് സ്ക്വയർ തീറ്റ നമുക്ക് നേരിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ മാർഗ്ഗമില്ല. അതുകൊണ്ടാണ് കോസ് സ്ക്വയർ തീറ്റയ്ക്ക് പകരം നമ്മൾ 1 പ്ലസ് കോസ് 2 തീറ്റ എന്ന് ചേർത്തത്. എന്നിട്ട് സാധാരണ പോലെ ഇൻ്റഗ്രേറ്റ് ചെയ്തു. ലിമിറ്റ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഫൈനൽ ആൻസറിലേക്ക് എത്തി. അപ്പോൾ ഇത് നിങ്ങൾ കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് തനിയെ ചെയ്യുക. അപ്പോൾ ഇതോടുകൂടി നമ്മുടെ ടോപ്പിക്സ് കംപ്ലീറ്റ് ആയി. അപ്പോൾ നിങ്ങളുടെ ഫസ്റ്റ് നെക്സ്റ്റ് മന്ത് സ്റ്റാർട്ടിങ്ങിൽ തുടങ്ങുന്ന എക്സാമിന് ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.